അമർ ജവാൻ ജ്യോതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കാർഗിൽ വീരമൃത്യു വരിച്ചവർക്ക് ഉള്ള ആദരമാണ്, രാജ്യത്തിന്റെ ആദരമാണ്. രാജ്നാഥ് സിംഗ് മന്ത്രി അദ്ദേഹം ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുകയാണ്. അമർ ജവാൻ ജ്യോതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിലാണ് രാജ്യം. വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. സൈന്യത്തിന്റെ സേവനത്തിന് ഇന്ത്യ എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. വിനീത വി ജി വിശദാംശങ്ങളുമായി. വിനീത, എങ്ങനെയാണ് വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യം ആദരമർപ്പിക്കുന്നത്? തീർച്ചയായും അനുജ, ഇക്കുറി ഈ വാർഷിക ആഘോഷങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ രാജ്യം നൽകിയ മറുപടിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തവണ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെ എത്തി ഈ വാർ മെമ്മോറിയലിലെത്തി പുഷ്പചക്രം സമർപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികളും അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും ഒപ്പം തന്നെ ത്യാഗത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും ഈ ദിവസം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. സൈന്യത്തിന്റെ സേവനത്തിന് ഇന്ത്യ എന്നും കടപ്പെട്ടിരിക്കുമെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രപതിയും ഈ ജീവൻ നഷ്ടമായ ധീര സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. മാതൃരാജ്യത്തിനായി ജീവൻ നൽകിയ സൈനികർക്ക് ആദരാഞ്ജലികൾ എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചിപ്പിച്ചിട്ടുള്ളത്. സൈനികരുടെ അസാധാരണമായ ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും കൂടി ദിവസമായി ഇന്ന് സൂചിപ്പിക്കപ്പെടുന്നുവെന്നും രാഷ്ട്രപതി പറയുന്നുണ്ട്. രാജ്യത്തിനു വേണ്ടി സൈന്യത്തിന്റെ സമർപ്പണവും ത്യാഗവും അത് ജനങ്ങൾക്കെന്നും പ്രചോദനമാകുമെന്നും അറിയിച്ചിരിക്കുകയാണ് സംയുക്ത സൈനിക മേധാവി. ഒപ്പം തന്നെ ഓരോ സൈനിക വിഭാഗങ്ങളുടെയും മേധാവിമാർ എല്ലാവരും കാർഗിലിൽ എത്തുകയും അവിടുത്തെ ഈ സ്മാരകത്തിൽ ദ്രാസിലെത്തി അവിടെയും അവർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ദ്രാസിലും ഒപ്പം തന്നെ ഡൽഹിയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിലാണ് പ്രതിരോധ മന്ത്രി എത്തി ഈ ആദരവ് അർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിപുലമായിട്ടുള്ള പരിപാടികൾ, അതായത് ഈ വിജയ് ദിവസ് ആചരണത്തിന്റെ ഭാഗമായി മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, ഒപ്പം തന്നെ 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവിമാർ ഇങ്ങനെ കാർഗിലിലെ വീര ജവാന്മാർക്ക് രാജ്യം ആദരമർപ്പിക്കുകയാണ്. ഇന്ന് കാർഗിൽ വിജയ ദിവസമാണ്. അമർ ജവാൻ ജ്യോതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വീരമൃത്യു വരിച്ച സൈനികരെ ആദരിച്ചു, പുഷ്പചക്രം അർപ്പിച്ചു. ഒപ്പം സംയുക്ത സൈനിക മേധാവി, 3 സൈന്യങ്ങളുടെയും തലവന്മാർ, അങ്ങനെ ഉള്ള പ്രമുഖർ ഇവിടെ ഉണ്ടായിരുന്നു. രാജ്യം ആദരമർപ്പിക്കുകയാണ് വീരമൃത്യു വരിച്ച സൈനികർക്ക്.